അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിന്റെ നോമ്പ് നിർബന്ധമാക്കി നമ്മളോട് കൽപ്പിച്ചപ്പോൾ അതിലേക്ക് നാം സന്തോഷത്തോടു കൂടി മുന്നേറാനും അള്ളാഹുവിൻ്റെ ഈ കൽപ്പനയെ വളരെ പ്രാധാന്യം കൊടുത്ത് നാം സ്വീകരിക്കുന്നതിനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അള്ളാഹുവിൻ്റെ പതിവ് മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വരികയാണെങ്കിൽ ആ കൽപ്പന വരുന്നത് ഒറ്റയടിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശം വരികയല്ല ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പതുക്കെ പതുക്കെ ക്രമേണ അതിലേക്ക് മനുഷ്യൻ എത്തുന്നതിന് വേണ്ടി ആരംഭത്തിൽ ചെറിയ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞ്, പിന്നെ അല്പവും കൂടെ കടുപ്പം കൂട്ടി പറഞ്ഞ്, പിന്നെ അവസാനം ആ നിയമത്തിലേക്ക് എത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ഇതാണ് അള്ളാഹുവിൻ്റെ പതിവ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതിവിശാലമാണ്. വിശുദ്ധ റമളാനിനെ തന്നെ അല്ലാഹു തആല 3 ഭാഗമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആയിരുന്നു. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് വന്നു ചേരുകയും അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൽ നമ്മൾ മുഴുകി അള്ളാഹുവിലേക്ക് അടുക്കുകയും അള്ളാഹുവിൻ്റെ കാരുണ്യം നാം അനുഭവിക്കുമ്പോൾ സ്വയം നമുക്ക് ചിന്ത ഉണ്ടാകും, ഇത്ര വിശാലമായ കരുണയുള്ള അള്ളാഹു, ഇത്ര വിശാലമായ കാരുണ്യത്തിൻ്റെ ഉടമയായ അള്ളാഹു നമുക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം എങ്ങനെ ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് എതിര് ചെയ്യും? എങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നാം പാലിക്കാതെ ഒഴിവാക്കി കളയും? അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പാലിക്കാതിരിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്നും വരുന്ന ആ തെറ്റാണല്ലോ, കുറ്റമാണല്ലോ എന്നുള്ള ആ ബോധം, അതിനോട് കൂടെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ നമ്മളുടെ ആയുസ്സിനെ കുറിച്ചുള്ള ചിന്ത, ഈ കഴിഞ്ഞുപോയ ജീവിതത്തിൽ നാം എത്രയോ തെറ്റുകൾ ചെയ്തു കൂട്ടി, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ എത്രയോ നമ്മൾ ഒഴിവാക്കി, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ നമ്മളുടെ ജീവിതം കഴിച്ചുകൂട്ടി പാപികളായ നമ്മൾ ഇത്ര മോശക്കാരായി പോയല്ലോ. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പാപങ്ങൾ മുഴുവനും നാം എങ്ങനെ ഏൽക്കും? എങ്ങനെ സമ്മതിച്ചു പറയും? അല്ലാഹു തആല നാളെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറയിൽ നമ്മളുടെ ഈ പാപങ്ങളെ എങ്ങാനും അവിടെ വെളിവാക്കപ്പെട്ടാൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? നാം എത്രത്തോളം വഷളായി, നീചന്മാരായി, നിന്ദ്യന്മാരായി പോകും എന്നൊക്കെ ഉള്ള ചിന്ത സ്വാഭാവികമായി മനുഷ്യന്റെ ഹൃദയത്തിൽ വരും. ഈ റഹ്മത്തിന്റെ സമയങ്ങളിൽ അവൻ കഴിഞ്ഞുകൂടും. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെക്കുറിച്ച് അള്ളാഹുവിനോട് പൊറുക്കൽ തേടി പൊറുപ്പിച്ചിട്ടല്ലാതെ എനിക്കിനി ഒഴിവാകാൻ മാർഗമില്ല, രക്ഷയില്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്നു. അപ്പോൾ മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ, തൗബ ചെയ്ത് മടങ്ങാൻ തയ്യാറാകും. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിന്റെ 2ാമത്തെ 10, നടുവിലെ 10 മഗ്ഫിറത്തിന്റെ സമയമായി വെച്ചിരിക്കുന്നത്. മഗ്ഫിറത്ത്, പാപമോചനം, പാപം പുറത്തു കൊടുക്കുക, ഇത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തെറ്റ് ചെയ്ത ഒരാൾ അള്ളാഹുവിലേക്ക് കൈനീട്ടിയാൽ, നീ ഇത്രയും കാലം തെറ്റ് ചെയ്ത് എൻ്റെ അനുസരണക്കേട് കാണിച്ച് എന്നിൽ നിന്നും പിരിഞ്ഞു പോയവരല്ലേ, ഞാൻ നിന്നെ അടുപ്പിക്കുകയില്ല, അല്ലെങ്കിൽ നിന്റെ പാപങ്ങൾ പൊറുക്കുകയില്ല എന്നൊന്നും അല്ലാഹു തആല ഒരിക്കലും മനുഷ്യനോട് പറയുകയില്ല. അങ്ങനത്തെ പ്രതികരണം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയില്ല. മനുഷ്യൻ ചിലപ്പോൾ മനുഷ്യ സഹജമായി ചിന്തിക്കാം, എന്നോട് തെറ്റ് ചെയ്ത ആളെ ഞാൻ പുറത്തു കൊടുക്കുകയില്ലല്ലോ, എന്നോട് കൂടുതലായി തെറ്റ് ചെയ്ത എൻ്റെ മക്കളെ ഞാൻ അംഗീകരിക്കുകയില്ലല്ലോ, അവരെ ഞാൻ ഒഴിവാക്കുകയല്ലേ ചെയ്യുന്നത്, അതുപോലെ എന്നോട് തെറ്റ് ചെയ്ത ആളുകൾക്ക് ഞാൻ പുറത്തു മാപ്പാക്കി കൊടുക്കാറില്ലല്ലോ.
കാരണം അവരെന്നോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതിൻ്റെ പേരിൽ എന്ന് നാം സ്വയം ചിന്തിക്കുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ചും ചിലപ്പോൾ നമുക്ക് ചിന്ത വന്നേക്കാം. ഇത്ര വലിയ കടുത്ത പാപങ്ങളൊക്കെ ചെയ്ത എന്നെ എങ്ങനെ അള്ളാഹു തആല സ്വീകരിക്കുമെന്ന്, അള്ളാഹു എങ്ങനെ അംഗീകരിക്കും, ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കൽ തേടുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. നിങ്ങൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കുന്നത്? അള്ളാഹു തആല ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നു, അള്ളാഹു തആല ധാരാളമായി പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം വകാന അല്ലാഹു ഗഫൂറർ റഹീമ വഇന്നി ലഗഫാറുൻ ലിമൻ താബ. അല്ലാഹു തആല ഏറെ പൊറുക്കുന്നവനാണ്. വളരെ കൂടുതൽ പൊറുത്തു കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സാധാരണയുള്ള പതിവാണ്. എക്കാലത്തും അള്ളാഹുവിൻ്റെ ജോലി അവൻ പൊറുത്തു കൊടുക്കലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാൻ തയ്യാറാകുന്നവർക്ക് വളരെ കൂടുതലായി. അറബിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടും എത്ര വിശാലമായിട്ടാണ് അള്ളാഹു തആല പാപമോചനത്തെക്കുറിച്ച് നമുക്ക് വാഗ്ദാനം നൽകുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിളിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹു പറയുന്നു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടിമകളെ വിളിക്കണം. എന്നിട്ട് എന്താണ് അടിമകൾ, അവരുടെ വിശേഷണം, എങ്ങനത്തെ അടിമകളെ വിളിച്ച് പറയാനാ അള്ളാഹു പറഞ്ഞത്? സ്വയം ധാരാളമായ പാപങ്ങൾ ചെയ്ത് കുറ്റബോധമില്ലാതെ കഴിഞ്ഞു പോവുകയും അങ്ങനെ തൻ്റെ മേൽ വലിയ അക്രമങ്ങൾ പ്രവർത്തിക്കുകയും അതിക്രമങ്ങൾക്ക് വിധേയനായി അവൻ ഇപ്പോഴും തെറ്റുകളിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ആളുകൾ, അവർ എൻ്റെ അടിമകളാണ്, ഞാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അക്രമം പ്രവർത്തിച്ച എൻ്റെ അടിമകളോട് തങ്ങൾ പറയണം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. അല്ലാഹുവിൻ്റെ സംബോധനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നതാണ്. അല്ലാഹുവിൻ്റെ കൽപ്പന, തങ്ങൾ വിളിക്കണം എൻ്റെ അടിമകളെ, അവരോട് വിളിച്ച് പറയണം, ധാരാളം പാപങ്ങളും ഒരുപാട് അക്രമങ്ങളും ഒക്കെ ചെയ്തു കൂട്ടിയവർ തന്നെയാണ് നിങ്ങൾ, ഇത് ശരിയാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിച്ച് മാറണ്ട. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അവരോട് വിളിച്ച് പറയുക നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ നിരാശരാകരുത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നിങ്ങൾ ഒരിക്കലും നിരാശ വരണ്ട. അള്ളാഹു എനിക്ക് കരുണ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട എന്ന് എൻ്റെ അടിമകളോട് പറയണമെന്ന് അള്ളാഹുവിൻ്റെ സംബോധനയാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല. അവരോട് എനിക്ക് കരുണയുണ്ട്, ഞാൻ കാരുണ്യവാനാണ്, എൻ്റെ കാരുണ്യം അവർക്ക് കിട്ടാതെയാവുകയൊന്നുമില്ല. അതുകൊണ്ട് നിരാശരാകരുത്. ഇന്നഹു യഗ്ഫിറു ദുനൂബ ജമീഅ. എന്നിട്ട് അള്ളാഹു പറയുന്നു, എല്ലാ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണെന്ന് എൻ്റെ അടിമകളോട് പറഞ്ഞേക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. നമ്മളെപ്പോലുള്ള പാപികളോട് പറയാൻ അല്ലാഹു തആല നബിതങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിരാശരാകാതെ തൗബ ചെയ്തുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. എങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു കൊടുക്കും? പാപങ്ങൾ പുറത്തു കൊടുത്ത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു അവൻ്റെ അടിമകളെ ഏതെല്ലാം തരത്തിലാണ് വിളിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ അതിൻ്റെ വിവരണം വരുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പകലിൽ മുഴുവൻ കൈനീട്ടി കാത്തിരിക്കുന്നു പാപികളായ അള്ളാഹുവിൻ്റെ അടിമകളെ സ്വീകരിക്കാനും ഏറ്റെടുക്കാനും. രാത്രി മുഴുവനും അവൻ കൈനീട്ടി കാത്തിരിക്കുന്നു പകലിൽ പാപത്തിൽ മുഴുകി കഴിഞ്ഞിട്ട് മടങ്ങി വന്ന അള്ളാഹുവിൻ്റെ അടിമകളെ ഏറ്റെടുക്കാനും സ്വീകരിക്കാനും. ഇപ്പൊ പകലിൽ ഒരു മനുഷ്യൻ പാപം ചെയ്ത് പാപത്തിൽ തന്നെ കഴിഞ്ഞുകൂടി അവൻ രാത്രി മടങ്ങി വന്നിട്ട് ഞാൻ ഇങ്ങനെ പാപം ചെയ്തു പോയല്ലോ എന്ന് തോന്നി
ആ കുറ്റബോധത്തോടെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി പൊറുക്കൽ തേടാൻ തയ്യാറായാൽ അള്ളാഹു കൈനീട്ടിയിരിക്കുകയാണ്. വാ, ഞാൻ സ്വീകരിച്ചോളാം, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ് അള്ളാഹു ഏറ്റെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. രാത്രിയിൽ പാപങ്ങളിൽ മുഴുകി കഴിഞ്ഞുകൂടുന്ന ആളുകൾ നേരം വെളുക്കുമ്പോൾ ഞാൻ രാത്രി മുഴുവനും പാപങ്ങളിൽ മുഴുകി പാഴാക്കി കളഞ്ഞല്ലോ എന്നുള്ള കുറ്റബോധം വന്ന് അവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാൻ ഖേദിച്ച് മടങ്ങാൻ തയ്യാറാവുകയാണെങ്കിൽ അവൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പകൽ മുഴുവനും കാത്തിരിക്കുകയാണ്. രാത്രി പാപം ചെയ്തവനെ അള്ളാഹു പകൽ മുഴുവൻ കാത്തിരിക്കുന്നു. രാവിലെ വരുമോ, ഉച്ചയ്ക്ക് വരുമോ, വൈകുന്നേരം വരുമോ? വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങിപ്പോയ മക്കളെ മാതാവ് കാത്തിരിക്കുന്നത് പോലെ മാതാവിനേക്കാൾ കാരുണ്യവാനായ അള്ളാഹു അവനെ കാത്തിരിക്കുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഉൽ ലൈൽ ഹത്താ തത്ലുഅ അശംസു മിൻ മഗ്രിബിഹാ. ഇത് ഒരു ദിവസം 2 ദിവസത്തെ ജോലിയല്ല. അല്ലാഹു തആല എപ്പോഴും എല്ലാ കാലത്തും ഈ നിലയിൽ കാത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിന്റെ ഉപമയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കൈനീട്ടി കാത്തിരിക്കുന്ന ഒരാളെ പോലെ അള്ളാഹു എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. റമദാനാകുമ്പോൾ അതിന് പ്രത്യേക സമയം തന്നെ അല്ലാഹു തആല നൽകിയിരിക്കുകയാണ് മഗ്ഫിറത്തിന്റെ 10 അതുകൊണ്ട് നമ്മൾ ഈ സമയം പാഴാക്കി കളയാതെ ഇനി ഏതെങ്കിലും തരത്തിൽ 1-മത്തെയോ 2-മത്തെയോ 10 ഇതൊന്നും ചെയ്യാൻ നമ്മൾക്ക് കഴിയാതെ നമ്മൾ അപ്പോഴും അശ്രദ്ധരായി കഴിഞ്ഞുകൂടിയിരുന്നവരാണെങ്കിൽ ഇനിയും സമയമുണ്ട്. റമദാൻ തീരുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് അവസരമുണ്ട്. അതുകൊണ്ട് ഈ സന്ദർഭത്തെ പാഴാക്കാതിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശാലമായ കാരുണ്യം നമുക്ക് നൽകാനാണ് ഈ നിലയിലുള്ള സന്ദർഭങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് അവസാനം അള്ളാഹു തആല 3-മത്തെ 10 വളരെ പ്രാധാന്യത്തോടുകൂടി നമുക്ക് നൽകി അതിൽ വലിയ അനുഗ്രഹം വച്ചിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.